ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC സെപ്റ്റംബർ മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പരീക്ഷകളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ പരീക്ഷകളാണ് നടത്താൻ പോകുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Examination program for the month of September 2022 for submitting confirmation. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട തസ്തികകളിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തേണ്ടുന്ന വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിയ ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസം 1-ാം തീയതി ആർട്ടിസ്റ്റിന്റെ പരീക്ഷയാണ് വരുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 570 കാൻഡിഡേറ്റ്സ് ആണ് ഇതിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വേണമെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ, ഫോർ ഡീറ്റെയിൽ സിലബസ് ക്ലിക്ക് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കൺഫർമേഷൻ ഈ മാസം 23 മുതൽ ജൂലൈ 12 വരെ നൽകാവുന്നതാണ്. കൺഫർമേഷൻ നൽകിയ ആൾക്കാർക്ക് പ്രൊഫൈലില് ഹാൾ ടിക്കറ്റ് 17/8/2022 മുതൽ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അന്ന് തന്നെ ആർട്ടിസ്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിന്റെ എക്സാം ഉണ്ട്. 864 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഈ 2 പരീക്ഷയ്ക്കും കൂടി കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെപ്റ്റംബർ മാസം 2-ാം തീയതി ഷെയർ സൈഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ. ഞാൻ പറഞ്ഞതുപോലെ സിലബസ് വേണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. 185 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. 19/8/2022 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. 2/9/2022 തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് 90 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. സിലബസ് ലഭ്യമാണ്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. 19/8/2022 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. 3/9/2022 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 7727 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഓഗസ്റ്റ് മാസം 20 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അടുത്ത ഷൗഫർ ഗ്രേഡ് 2 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് പരീക്ഷ. വിവിധ ജില്ലകൾക്ക് വേണ്ടിയുണ്ട്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. 20/8/2022 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. 3/9/2022 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST only. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. സെപ്റ്റംബർ മാസം 3-ാം തീയതി ഡ്രൈവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷയുണ്ട്. വിവിധ ജില്ലകൾക്കും വേണ്ടിയിട്ട് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഡ്രൈവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് തന്നെയാണ് ഈ പരീക്ഷ. ഡ്രൈവറിന്റെ പരീക്ഷയെല്ലാം സെപ്റ്റംബർ മാസം 3-ാം തീയതി തന്നെയാണ് വരുന്നത്. എല്ലാത്തിനും എന്തായിരിക്കും? കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഡ്രൈവറിന്റെ എക്സാം ആണ്. ഡ്രൈവർ ഗ്രേഡ് 2 ഡ്രൈവർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് സർവീസ് മെൻ ഓൺലി. ഡ്രൈവറിന്റെ പരീക്ഷ എല്ലാം വരുന്നത് സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. ഫോറസ്റ്റ് ഡ്രൈവർ ഗ്രേഡ് 2 HDV. അപ്പോൾ ഈ 5 മുതൽ 23 വരെ പറഞ്ഞ സീരിയൽ നമ്പേഴ്സിന് കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് 3/9/2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയാണ്. ഉപജീവനത്തിന് വേണ്ടി വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗക്കാർക്കായുള്ള പ്രത്യേക നിയമനം. ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതില് പാർട്ട് 1 60% ഒഴിവിലേക്ക് പൊതുവിഭാഗത്തിൽ നിന്നുള്ള നിയമനവും ഉണ്ടായിരിക്കും. ഇതിന്റെ വിഷയങ്ങൾ പാർട്ട് 1 പൊതുവിജ്ഞാനം 35 മാർക്ക്, പാർട്ട് 2 മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും 5 മാർക്ക്,
പാർട്ട് 3 വനവും അനുബന്ധ ഘടകങ്ങളും 60 മാർക്ക്. ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തത് സെപ്റ്റംബർ 3 തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് ഉപജീവനത്തിന് വേണ്ടി വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗക്കാർക്കുള്ള പ്രത്യേക നിയമനം പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോ ഈ 2 സീരിയൽ നമ്പേഴ്സിലുള്ള പരീക്ഷയ്ക്കും കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി സെപ്റ്റംബർ മാസം 14 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിത് പരീക്ഷയുണ്ട്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. കൺഫർമേഷൻ നൽകിയവർക്ക് ഓഗസ്റ്റ് മാസം 31 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. സെപ്റ്റംബർ 14 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിവിധ ജില്ല കോമൺ ടെസ്റ്റ് ആയിരിക്കും. സെപ്റ്റംബർ മാസം 16 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിത് മലപ്പുറം കോഴിക്കോട് ജില്ല. കൺഫർമേഷൻ നൽകിയവർക്ക് സെപ്റ്റംബർ 2 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സെപ്റ്റംബർ 17 മൂന്നാമത്തെ സ്റ്റേജ് +2 ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം വരുന്നുണ്ട്. 1,61,410 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് സെപ്റ്റംബർ 20 പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST only. ഇതിന്റെ സിലബസും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് സെപ്റ്റംബർ മാസം 6 മുതലാണ്. ഓക്കെ, ഇനി സെപ്റ്റംബർ 20 നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST only ആയിരുന്നു, അല്ലാതെ ജനറൽ ആയിട്ടുള്ളതും അന്ന് തന്നെയുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ അതിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത് 20,624 പേരാണ്. സെപ്റ്റംബർ മാസം 6 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ 2 സീരിയൽ നമ്പേഴ്സിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സെപ്റ്റംബർ 22 പെയിന്ററിന്റെ പരീക്ഷ വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് NCA നോട്ടിഫിക്കേഷൻ ആണ് OBC കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. സെപ്റ്റംബർ 6 മുതൽ ഹാൾ ടിക്കറ്റും ലഭ്യമാകുന്നതാണ്. സെപ്റ്റംബർ 23 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 9,099 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഇപ്പോൾ മുതൽ കൺഫർമേഷൻ നൽകാവുന്നതാണ്. 23 തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 12,009 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഇതിന് 2നും ഉണ്ടായിരിക്കാം. സെപ്റ്റംബർ 24 മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് 3,624 പേരാണ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തത് സെപ്റ്റംബർ 24 ലോവർ ഡിവിഷൻ ക്ലർക്ക് കന്നഡ മലയാളം നോയിങ് വേരിയസ് മെയിൻ എക്സാമിനേഷൻ NCA നോട്ടിഫിക്കേഷൻ LC ബാർ AI വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. സെപ്റ്റംബർ 6 മുതൽ ഹാൾ ടിക്കറ്റും ലഭ്യമാകുന്നതായിരിക്കും. അടുത്തത് സെപ്റ്റംബർ മാസം 24 ഹിന്ദു നാടാർ കാസർഗോഡ് ജില്ല എക്സാം ഉണ്ട്. അതുപോലെ വിവിധ കാറ്റഗറീസ് NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് വിവിധ കാറ്റഗറീസിന് അന്ന് തന്നെ പരീക്ഷയുണ്ട്. ഇനി സെപ്റ്റംബർ 25 മാനേജർ ഖാദി ഗ്രാമോദ്योग ഭവൻ ഗോഡൌൺ കീപ്പർ 63,223 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. സെപ്റ്റംബർ 12 മുതൽ അഡ്മിഷൻ ടിക്കറ്റും ലഭ്യമാകുന്നതായിരിക്കും. ഇനി സെപ്റ്റംബർ 25 സ്റ്റോർ കീപ്പറിന്റെ പരീക്ഷ വരുന്നുണ്ട്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡീറ്റെയിൽ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. 85,502 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. സെപ്റ്റംബർ 25 അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനി ബോർഡ്സ് കോർപ്പറേഷൻ. ഓക്കെ, 1,34,855 കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് സെപ്റ്റംബർ 12 മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സെപ്റ്റംബർ 25 അക്കൗണ്ടന്റ് ഗ്രേഡ് 2 അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുണ്ട്. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ സെപ്റ്റംബർ 27 ട്രേഡ്സ്മാൻ പ്ലംബറിന്റെ പരീക്ഷ വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. സെപ്റ്റംബർ 13 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്.
സെപ്റ്റംബർ 28 അഗ്രികൾച്ചറൽ ഓഫീസർ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. സെപ്റ്റംബർ 14 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് ടെലികമ്മ്യൂണിക്കേഷന്റെ സിലബസും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസും ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. ബാക്കി ഏതെങ്കിലും സിലബസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ +2 പ്രിലിംസിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. +2 പ്രിലിം സിലബസ് വൈസ് ക്ലാസ് ഓരോ ടോപ്പിക്കായിട്ട്, സിലബസിലെ ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് പ്രയോജനപ്പെടുത്താം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.